ഹലോ ഗെയ്സ്, എല്ലാവർക്കും ഹണ്ടർ ഗെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയെന്നോണം ഇത് എൻ്റെ എഡ്യൂക്കേറ്റീവ് സീരീസിൽ അതായത് എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണ്. ഞാനിട്ട ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷ അർപ്പിക്കാതെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ അതിന് നിങ്ങൾ വ്യൂവേഴ്സ് തന്ന സപ്പോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലുതായിരുന്നു. ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഇടണമെന്ന് തീരുമാനിച്ചത്. പോലും നിങ്ങളുടെ ഈ സപ്പോർട്ട് വീണ്ടും ഉണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. എന്തായാലും കഴിഞ്ഞ വീഡിയോയെ പോലെ തന്നെ ഇതൊരു എഡ്യൂക്കേറ്റീവ് സീരീസാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്തിൽ നമ്മുടെ കൺട്രോൾ സെറ്റപ്പ്, അതായത് ഒരു ഗെയിമിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിയേണ്ട കാര്യം, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഗെയിമിൽ എത്രയൊക്കെ അറിവുണ്ടെന്ന് പറഞ്ഞാലും അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ഗെയിമിനകത്തിൽ നമുക്ക് നമ്മുടെ അവതാറിൻ്റെ മുകളിൽ നല്ല കൺട്രോൾ വേണം. നല്ല ഒരു കൺട്രോൾ സെറ്റപ്പ് നമുക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്ത് എടുക്കാം എന്നതിനെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഞാനിത് ശരിക്കും പറഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ. ആദ്യം ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും ഡീറ്റെയിൽസൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒറ്റ വീഡിയോ നിൽക്കില്ല എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഒരുപാട് വലുതായിപ്പം. സോ അതുകൊണ്ട് ഞാനിതൊരു 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ സെറ്റപ്പ്, അതായത് കൺട്രോൾ എങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കാം, അതിനകത്ത് വേണ്ട ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സെക്കൻഡ് വീഡിയോയിൽ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി സെറ്റിങ്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും കണ്ടിന്യൂസ് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ വളരെ കഷ്ടപ്പെട്ടാണ് എഡിറ്റ് ചെയ്യുന്നതും അതിനകത്ത് വേണ്ടിയുള്ള തിരുത്തലുകളൊക്കെ വരുന്നതിനും ഒരുപാട് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവായ കണ്ടൻറ്റ്സ് കുറേ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കതിന് വേണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. കാരണം വെച്ചാൽ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പേഴ്സണലായിട്ടാണല്ലോ നല്ല എന്നോട് ചോദിക്കുന്ന മെയിൻ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ക്ലോസ് റേഞ്ച് അല്ലെങ്കിൽ മീഡിയം റേഞ്ച് ഫൈറ്റൊക്കെ എടുക്കുമ്പം കറക്റ്റ് ആക്യുറസി കൂട്ടാൻ പറ്റുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ കൺട്രോൾ വരുത്താൻ പറ്റുന്നത് എങ്ങനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഫോക്കസ് കിട്ടുന്നില്ല, കറക്റ്റ് എനിമീനെ തന്നെ അടിക്കാൻ പറ്റുന്നില്ല, കാരണം സ്പ്രേ മിസ്സായി പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ച് വരുന്ന എല്ലാവരോടും പറയുന്ന ഫസ്റ്റ് കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺട്രോൾ സെറ്റപ്പ് കുറച്ചുകൂടെ എന്താ പറയുന്നത് അവർക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ, അവർക്ക് ഒരു 90% അപ്പോൾ കൺട്രോൾ അവരുടെ അവതാറിന് വേണ്ടി കൊണ്ടുവരുന്നതാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്റിൽ റോയൽ ഗെയിമിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് നമ്മുടെ എന്താ പറയുന്നത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കാര്യം വെച്ചാൽ നമ്മുടെ കൺട്രോൾ സെറ്റപ്പും സെൻസിറ്റിവിറ്റിയാണ്. കാരണം ഒരു പ്രോപ്പർ കൺട്രോൾ സെറ്റപ്പും സെൻസിറ്റിവിറ്റി ഇല്ലാതെ നമുക്ക് ഗെയിം എന്താ പറയുന്നത് മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല. സോ എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ് കൺട്രോൾ സെറ്റപ്പ്, ഒരു നല്ലൊരു കൺട്രോൾ സെറ്റപ്പ് സെറ്റ് ചെയ്ത് എടുക്കാൻ പറയുന്നത്. നമ്മൾ കൺട്രോൾ സെറ്റ് ചെയ്യുമ്പം അതിൻ്റെ ലേ ഔട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 2 തരത്തിൽ അറേഞ്ച് ചെയ്യാം. 2 തരത്തിൽ 2 കാറ്റഗറി ആയിട്ട്. അതായത് ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമ്പ് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ തള്ളവിരലുകൾ മാത്രം യൂസ് ചെയ്തിട്ട് ഗെയിം കൺട്രോൾ ചെയ്യുന്ന രീതി. അതായത് ഇത് നമ്മുടെ ഗെയിമിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സാണ്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന പോലെ ഇതിനകത്ത് നമ്മുടെ തള്ളവിരൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ക്ലോ സെറ്റപ്പാണ്. ക്ലോ സെറ്റപ്പ് എന്ന് പറയുമ്പം നമ്മുടെ തള്ളവിരലിനോടൊപ്പം തന്നെ നമ്മുടെ ചൂണ്ടുവല്ലുകളും യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. അതിപ്പോൾ 2 തരത്തിലുണ്ട്, 3 ഫിംഗറും 4 ഫിംഗറും. ഈ ക്ലോ സെറ്റപ്പിന് ബാക്കിയുള്ള തം സെറ്റപ്പിനേക്കാളും ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, തം സെറ്റപ്പിൽ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പിൽ നമ്മുടെ ഒരു വിരൽ നമ്മുടെ ഫയറിങ്ങിനും സെക്കൻഡ് വിരലെന്ന് പറയുന്നത് നമ്മുടെ എയിമിങ്ങിനും യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളിപ്പം സ്റ്റേബിളായിട്ട് നിന്ന് മാത്രമേ ഒരു എനിമീനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഒപ്പോണൻറ്റ് നമ്മുടെ എതിർവശത്ത് നിൽക്കുന്ന എനിമിക്ക് ഈ ഒരു അതായത് 3 ഫിംഗറിലോ 4 ഫിംഗറിലോ ആണ് കളിക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങി നിന്ന് കളിക്കാൻ പറ്റില്ല. അതേസമയം മറ്റേ എനിമിക്ക് അവന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പം എനിമിക്ക് നമ്മൾ ഒരു ഈസി ടാർഗറ്റും നമുക്ക് ഈ എനിമി എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാർഗറ്റുമായി മാറും. അങ്ങനെയുള്ള സെറ്റപ്പിലാണ് നമ്മൾ ക്ലോസ് സെറ്റപ്പ് ഇപ്പം 3 ഫിംഗർ ക്ലോയുടെ സെറ്റപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിംഗർ നമുക്ക് മൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. അതായത് ഈ ഒരു സെറ്റപ്പ് കൊടുത്തേക്കുന്നതിനകത്തിൽ നമ്മുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ നമുക്ക് ഫയർ ബട്ടണിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സോ ആ ഒരു ബട്ടൺ ഫയറിനും താഴത്തെ തള്ളവിരൽ എന്ന് പറയുന്നത് നമുക്ക് മൂവ്മെൻറ്റിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ 3rd ഫിംഗർ നമുക്ക് ഈസി ആയിട്ട്
ബാക്കിയുള്ള എയിമിങ്ങിന് യൂസ് ചെയ്യാം. അതായത് നമുക്കപ്പം ഒരു ഫിംഗർ എക്സ്ട്രാ കിട്ടുന്നത് നമുക്ക് മൂവ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പം 4 ഫിംഗറിൻ്റെ കേസിലാകുമ്പോൾ എക്സ്ട്രാ ഒരു ഫിംഗറൂടെ നമുക്ക് കിട്ടും. അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ കൺട്രോൾ സെറ്റപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതാണ് എൻ്റെ കൺട്രോൾ സെറ്റപ്പ്. ഇതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ട്രാൻസ്പെറൻസി കുറച്ചിട്ടേക്കുവാണ്. ഇതിനകത്തിൽ എങ്ങനെയാണ് വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ ഞാൻ ഫയറിങ്ങിന്, വലത് കൈയുടെ ചൂണ്ടുവിരലെന്ന് പറയുന്നത് ഇവൻറ്റ്സ്, അതായത് നമുക്കിപ്പം ജമ്പ്, പ്രോണ് അല്ലെങ്കിൽ ക്രൗച്ച്, പീക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം എൻ്റെ ബാക്കിയുള്ള 2 വിരലുകളും എനിക്ക് ഈസി ആയിട്ട് മൂവ്മെൻറ്റിനും എയിമിങ്ങിനും യൂസ് ചെയ്യാം. അപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു കൺട്രോൾ സെറ്റ് ചെയ്തെടുക്കാം. 2 വേണോ, 3 വേണോ, 4 വേണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പം ബാക്കിയുള്ള ഒരു പ്ലെയറുടെ കൺട്രോൾ സെറ്റപ്പ് അതേപടി കോപ്പി ചെയ്തെടുക്കുന്നതിന് വരെ നമുക്ക് വേണ്ടി ഒരു കൺട്രോൾ നമ്മൾ തന്നെ പതുക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അത് അങ്ങനെ ഒരു കൺട്രോൾ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു കൺട്രോൾ ലേഔട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചെറിയ ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ PUBG മൊബൈൽ ലൈറ്റിലെ ബേസിക് സെറ്റിങ്സിനകത്തുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. ഈ ഫീച്ചേഴ്സിന് എല്ലാത്തിനും നമ്മുടെ കൺട്രോളിങ്ങിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പീക്ക് ആൻഡ് ഫയറിൻ്റെ യൂസേജ് ആണ്. ഇതിപ്പോൾ എൻ്റെ സെറ്റിങ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും പീക്ക് ആൻഡ് ഫയർ എനേബിൾ ചെയ്തേക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് പീക്ക് ആൻഡ് ഫയർ എനേബിൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പീക്ക് ആൻഡ് ഫയർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡി ഏറ്റവും കുറവ് എക്സ്പോസ് ആയിരിക്കത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു വിൻഡോയിൽ നിന്ന് എത്തി നോക്കുന്നത്, പീക്ക് ചെയ്ത് നോക്കുന്നത് വിൻഡോയിൽ കൂടെ പുറത്തൊക്കെ നോക്കുന്നതും വലിയ വ്യത്യാസം ഉണ്ടാകും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ഒരു TDM മൊണ്ടേജിലെ ഒരു വീഡിയോ വഴി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്ലിപ്പ് നോക്കിയാൽ മതി. പീക്ക് ആൻഡ് ഫയർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓപ്പോസിറ്റിലേക്ക് ആ എനിമി. അതുകൊണ്ട് പുള്ളിയുടെ ബോഡി ഏറ്റവും കുറവ് എക്സ്പോസ്ഡ് ആണ്. ആകെ കാണുന്ന തലയുടെ ഒരു പോയിന്റ് മാത്രമാണ്. ആ ഒരു പോയിന്റ് വെച്ചിട്ട് എനിക്കും ഫയർ ചെയ്യാൻ ഒക്കുന്നില്ല. അത് പോയിന്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുക്കുന്നുണ്ട്. അതാണ് പീക്ക് ആൻഡ് ഫയർ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ ഒരു ക്ലിപ്പ് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ബോൾട്ട് ആക്ഷൻ്റെ ഫയറിംഗ് മെത്തേഡ് യൂസ് ചെയ്തേക്കുന്നത് റിലീസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ചെയ്യുന്ന അത്രയും നേരം ഞാൻ ആ ഫയർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റ് എക്സാക്റ്റ് മൊമെൻറ്റിൽ മാത്രം ഞാൻ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ടാപ്പ് ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ ക്ലോസ് റേഞ്ചിലൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എനിമി ജസ്റ്റ് ബൈപ്പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് എനിമിനെ സ്പോട്ട് ചെയ്ത് ഫയർ ചെയ്യാൻ പറ്റും. അത് ടാപ്പിനേക്കാളും യൂസ്ഫുള്ളാണ് ഈ ഹോൾഡ് എന്ന് പറയുന്ന മെത്തേഡ്. അത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ആ ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. അപ്പം നമുക്ക് ഇതിനകത്ത് ഏതാണ് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് അത് ചൂസ് ചെയ്യും. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് എൻ്റെ സെറ്റപ്പിനകത്ത് ഞാൻ എൻ്റെ 2 ഫയർ ബട്ടണും 2 സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഫയർ ബട്ടൺ ഗെയിമിനകത്തുള്ളത് 2നും 2 യൂസേജ് ആണുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ വഴി എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. ഈ വീഡിയോ നോക്കിയാൽ മതി. ലെഫ്റ്റ് ഫയർ ബട്ടൺ യൂസ് ചെയ്ത് ഞാൻ ഫയർ ചെയ്യുമ്പോൾ എത്രയൊക്കെ ട്രൈ ചെയ്യുന്നത് വെച്ചാലും ഗണ്ണിൻ്റെ ആ ADS താഴോട്ട് വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഫയർ ബട്ടൺ പ്രസ് ചെയ്ത് ഫയർ ചെയ്യുമ്പോൾ നമുക്ക് ADS കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേസമയം റൈറ്റ് ഫയർ ബട്ടണിലാണെങ്കിൽ നമുക്ക് ADS കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ലെഫ്റ്റ് ഫയർ ബട്ടൺ വെച്ച് ഫയർ ചെയ്യുമ്പോൾ നമുക്ക് എയിം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേസമയം റൈറ്റ് ഫയർ ബട്ടണിലാണെന്നുണ്ടെങ്കിൽ എയിം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ നമ്മളിപ്പം ഒരു കൺട്രോൾ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ലേഔട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബാക്കിയായിട്ട് പറയാനുള്ളത് ഗൈറോസ്കോപ്പിൻ്റെ യൂസേജ് മാത്രമാണ്. ഗൈറോസ്കോപ്പിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഫുള്ള് വീഡിയോ തന്നെ നമുക്ക് വേണ്ടി വരും. സോ അതുകൊണ്ട് ഇത്തവണത്തെ വീഡിയോ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് സെൻസിറ്റിവിറ്റിയുടെ വീഡിയോ സെറ്റിങ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനകത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പം വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പം ഇതിനകത്ത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് ഫീഡ്ബാക്കായിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒരു ലേഔട്ട് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. ഓക്കെ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറുള്ള വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതുവരെ ഇത്ര നേരം സഹിച്ച എല്ലാവർക്കും നന്ദി. വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഹണ്ടർ ഗെയിംസ് സൈനിങ് ഔട്ട്. താങ്ക് യു ഗൈസ്.